അപ്പൊ ജൂലൈ മാസത്തിലെ കൃഷി അടിപൊളിയാക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മളുടെ ഫ്രൂട്ട് പ്ലാന്റ്സിനുള്ള വളപ്രയോഗവും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പൊ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. അപ്പൊ നമ്മൾ ജൂലൈ മാസ കൃഷിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ജൂലൈ മാസത്തിൽ നമുക്ക് എല്ലാവരും ചെയ്യാൻ പറ്റും, പക്ഷെ പ്രത്യേകിച്ച് ചെയ്യുന്നതാണ് ചെണ്ടുമല്ലി അല്ലേ. ഇപ്പോൾ ചെണ്ടുമല്ലി നമുക്ക് ഓണത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ ചെയ്തെങ്കിലാണ്, അതായത് ഈ ഒരു വളർച്ചയൊക്കെ എത്തിയിട്ടുള്ള ചെണ്ടുമല്ലി നട്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഓണത്തിന് മുന്നേ ആയിട്ട് വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ ചെണ്ടുമല്ലി ചലഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. വളരെ വില കുറവിൽ നിങ്ങൾക്ക് ചെണ്ടുമല്ലി തരുന്നുണ്ട്. അതിന് വേണ്ടുന്നുള്ള വളങ്ങളും പിന്നെ പരിചരണ രീതിയും ഒക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. അപ്പോൾ ചെണ്ടുമല്ലി ചലഞ്ചിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ നമുക്ക് കൃഷി രീതി പറയാം അല്ലേ. നമുക്ക് ഇതേ എല്ലാ തരം കൃഷി നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ തരം മുളകുകളായിക്കോട്ടെ, വെണ്ട, തക്കാളി, വഴുതന, പയറ് എന്ന് വേണ്ട എല്ലാം നമുക്ക് ഈ ഒരു സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കൃഷി ചെയ്തിട്ടുള്ള സംഭവങ്ങൾക്കുള്ള ഒരു വളപ്രയോഗം വേണം. അതെന്താണെന്നറിയോ? അതാണ് ഈ ഒരു മാസത്തിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമുക്ക് ഇപ്പോൾ പലരും പറയുന്നുണ്ട് തെങ്ങുമ്മ തേങ്ങ അധികം പിടിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്രാവശ്യം റംബുട്ടാനൊക്കെ ധാരാളം ഉണ്ടായി പക്ഷെ ഒക്കെ കൊഴിഞ്ഞു പോയി, അതുപോലെ ഇപ്രാവശ്യം അധികം ഫ്രൂട്ട് പാൻസ് ഒന്നും ഉണ്ടായില്ല എന്നുള്ള ഒത്തിരി പരാതി കേൾക്കുന്നുണ്ട്. അപ്പൊ ആ പരാതി ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു മാസത്തിൽ നല്ലൊരു വളപ്രയോഗം നിങ്ങൾ നടത്തിയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പരാതിയൊക്കെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നേരത്തെ തന്നെ ഇതൊക്കെ കായ്ച്ച് റംബുട്ടാനൊക്കെ ഒത്തിരി മുമ്പേ തന്നെ നിങ്ങൾക്ക് വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റും. മനസ്സിലായല്ലോ അല്ലെ. അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സിന് തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾ വളപ്രയോഗം നടത്തണം. അതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് വിശദമായിട്ട് പറയാം. അതിനുശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലോട്ട് പോകാമല്ലോ അല്ലെ. അപ്പൊ തെങ്ങിന് പ്രത്യേകിച്ച് ഇപ്പൊ വളം ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉടനെ ഇത് കേട്ട വഴി തെങ്ങിന്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് ഇടരുത്. തെങ്ങിന്റെ ചോട്ടിൽ നിന്ന് ഒരു 1.5 മീറ്റർ നീങ്ങിയിട്ട് നല്ല രീതിയിൽ തന്നെ തടെടുക്കണം. തടെടുത്ത്, അതായത് അതിന്റെ വേര് പൊട്ടിച്ചോണ്ട് വേണം നമ്മൾ ഈ പ്രാവശ്യം വളം കൊടുക്കുക. അതായത് ഈ വർഷകാലത്ത് ഈ മാസങ്ങളിൽ, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ വളപ്രയോഗം നടത്തുമ്പോൾ തെങ്ങിന്റെ വേര് പൊട്ടിച്ചുകൊണ്ട് വേണം വളപ്രയോഗം നടത്താൻ. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ പുതിയ വേരുകൾ വരാനും അതിന് വളം വലിച്ചെടുക്കാനും അതിന്റെ വളർച്ച നന്നാവാനും അതിൽ ധാരാളം കായകൾ പിടിക്കാനും മെച്ചിൽ കൊഴിയാതിരിക്കാനും സഹായിക്കും. പക്ഷെ ഈ കൊടുക്കുന്ന വളങ്ങളും ശരിയാവണം കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം? ഡോളോമേറ്റ് കൊടുക്കണം. ഡോളോമേറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും വലിച്ചെടുക്കാൻ പറ്റില്ല, മണ്ണിന്റെ pH കറക്റ്റ് ആവില്ല. അപ്പൊ നമ്മൾ ഒരു തെങ്ങിന് ഒരു 250-300 ഗ്രാം എന്നുള്ള രീതിയിൽ നമ്മൾ ഡോളോമേറ്റ് ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു 3-4 ദിവസത്തിന് ശേഷം മാത്രമാണ് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ അതിന് ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് ഒത്തിരി പേർക്ക് സംശയം ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്ന സാധാരണ വളം എന്താന്ന് വെച്ചാൽ നമ്മൾ ചാണകപ്പൊടി, ആട്ടുംകാഷ്ടം, കോഴിക്കാഷ്ടം, പിന്നെ മീൽസ്, അതായത് ഫിഷ് മീൽ, മീൻ വളമുണ്ട്, അത് അതിലോട്ട് നമ്മൾ റോക്ക് ഫോസ്ഫേറ്റ്, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, മൈക്രോന്യൂട്രിയന്റ്, ബോറോണ്, എപ്സം സോൾട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു വളമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതും നിങ്ങൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ തരുന്നതും കേട്ടോ. ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വളം നമ്മുടെ അടുത്ത് വാങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങി മിക്സ് ചെയ്തിട്ട് തുല്യമായ അനുപാതത്തിൽ നിങ്ങൾക്ക് ഓരോ തെങ്ങിനുമായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ തെങ്ങിന് ഇപ്പൊ വളപ്രയോഗം നടത്താത്തവർ തീർച്ചയായിട്ടും നടത്തിയവർ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ തെങ്ങിന് തൂപ്പ് വെട്ടിയെടുക്കുക. അതായത് ശീമക്കൊന്നയുടെ ഒക്കെ തൂപ്പ്, അല്ലെങ്കിൽ മറ്റുള്ള മാവ് അതിൻ്റെയൊക്കെ ചില്ലകളൊക്കെ വെട്ടി, ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ തെങ്ങിന്റെ ഓലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെട്ടി കൂട്ടിയിട്ടാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കരിയില ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൽ ഒരു പൊത പോലെ നിറയെ അതിന് ഇട്ട് കൊടുക്കണം. എങ്കിലാണ് നമുക്ക് അടുത്ത പ്രാവശ്യം ധാരാളമായിട്ട് നാളികേരം പിടിക്കാനും മെച്ചിങ് കൊഴിയാതിരിക്കാനും സഹായിക്കുള്ളൂ. ഇപ്പൊ തെങ്ങിന്റെ കഴിഞ്ഞു. ഇനി ഫ്രൂട്ട് പ്ലാന്റ്സിന് ഇത്തിരി വ്യത്യാസമുണ്ട്. പക്ഷെ ഡോളമേറ്റ് ഇട്ട് കൊടുക്കലൊക്കെ കറക്റ്റ് തന്നെയാണ്. ഇത് കുറച്ച് ദൂരെ നീട്ട്, അതായത് നമ്മുടെ കയ്യിന്റെ ചാണ്, അതായത് 4 ചാണ് അല്ലെങ്കിൽ 3 ചാണ് അകലെ വെച്ചിട്ട് അതിന്റെ തടെടുത്തിട്ട് നമ്മൾ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കണം. ഇപ്പൊ ഫ്രൂട്ട് പ്ലാന്റ്, വലിയ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഒരു 200-250 ഗ്രാം ഒക്കെ ആക്കാം. മറ്റേതൊക്കെ ആണെങ്കിൽ 100-150 ഗ്രാം ഒക്കെ ആണെങ്കിലും മതി. നമ്മൾ പിന്നെ ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണല്ലോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? പ്രൂൺ ചെയ്യണം. അതായത് നമ്മുടെ എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സിനും പ്രൂൺ ചെയ്യണം നിർബന്ധം.
ഈ സമയത്ത് ഇപ്പൊ ഇപ്പൊ റംബുട്ടാനൊന്നും കായ്ച്ചു കഴിഞ്ഞിട്ടില്ല, അതുപോലെ സപ്പോർട്ട് ചെയ്ത കായ്ച്ചു കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കായ്ച്ചു കഴിഞ്ഞതിന് ശേഷം മതി. കായ്ച്ചു കഴിഞ്ഞിട്ടുള്ളത് ഒത്തിരി ഉയരം പോയിട്ടുള്ളതാണെങ്കിൽ നല്ല രീതിക്ക് പ്രൂൺ ചെയ്യും. അല്ലാത്ത ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം സാഫ് അല്ലെങ്കിൽ ബോർഡോ മിശ്രിതം അപ്ലൈ ചെയ്യണം. അത് നിർബന്ധമാണ്. സാഫ് അല്ലെങ്കിൽ ബോർഡോ മിശ്രിതം ഒന്നുകിൽ നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ആ മുറിച്ച ഭാഗത്ത് പേസ്റ്റ് രൂപത്തിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് മഴ പെയ്തിട്ട് അത് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് ചെയ്ത് കൊടുക്കണം. മഴയുടെ ഗ്യാപ്പ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നല്ല രീതിക്ക് മേലെ കട്ട് ചെയ്ത് വിടുന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ ചൂട് കൊണ്ടിട്ടോ അതിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ അവിടെ എന്തെങ്കിലും കവർ ചെയ്യുക. അത് മറക്കരുത്. അല്ലെങ്കിൽ ഒരു കുപ്പി ഇറക്കി വെക്കുകയോ ബോട്ടിൽ ഇറക്കി വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഡോളമേറ്റ് ഇടലും പിന്നെ നമ്മുടെ പ്രൂണിങ്ങും കഴിഞ്ഞു. പ്രൂണിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഉടനെ ഈ തെങ്ങിനിട്ട വളങ്ങളൊക്കെ തന്നെ അതിനും കൊടുക്കണം. അതിന് പൊതയിടേണ്ട ആവശ്യമൊന്നുമില്ല. തെങ്ങിനിട്ട വളങ്ങളൊക്കെ കൊടുക്കുക. അത് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ നല്ലൊരു ഗ്രോത്തിനുള്ള ഒരു മരുന്നുണ്ട്. ആ മരുന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കിറ്റിലാണെങ്കിൽ അതുണ്ട്, അല്ലാത്തവർക്ക് പുറമെന്ന് വാങ്ങിക്കാം. അത് വാങ്ങി അല്ലെങ്കിൽ നമ്മുടെ കിറ്റിലുള്ളവർ അതെടുത്ത് അത് ഒരു 1 ലിറ്റർ വെള്ളത്തിൽ 1/2 ടീസ്പൂൺ എന്നുള്ള രീതിയിൽ നന്നായിട്ട് അങ്ങ് അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം ആ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്പ്രേ ആയതുകൊണ്ട് അത് നല്ലൊരു കരുത്തായിട്ട് ഒത്തിരി ബ്രാഞ്ചസ് ആയിട്ട് വളരും. നമുക്ക് എന്താണ് വേണ്ടത്, ഒത്തിരി ബ്രാഞ്ചസ് വേണം, അധികം ഉയരമൊന്നും പോവാണ്ട് നല്ല ബുഷിയായിട്ട് ആവാനായിട്ട് ആ ഒരൊറ്റ സ്പ്രേ കൊണ്ട് സാധിക്കും നിങ്ങൾക്ക്. പിന്നെ അതിന് നമുക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം എപ്സം സോൾട്ടും കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ നല്ലൊരു പച്ചപ്പും കാര്യങ്ങളും ആ മഞ്ഞളിപ്പൊക്കെ മാറാനും സാധിക്കും. പിന്നെ ബോറോൺ നമ്മൾ മണ്ണിലോട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും നമ്മൾ എക്സ്ട്രാ ബോറോൺ നിങ്ങൾക്ക് തരും സ്പ്രേ ചെയ്യണത്. അതിൻ്റെ മഞ്ഞളിപ്പ് വീണ്ടും മാറിയിട്ടില്ല, ഇലയ്ക്കൊക്കെ ഒരു മഞ്ഞ കളർ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട, അതൊന്നും പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് അതിൽ 19-19-19 ആയിട്ടുള്ള ഒരു മരുന്ന് വെക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഫ്രൂട്ട് പ്ലാന്റ്സിന് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കിറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കൊറിയർ ചാർജ് ഒന്നും ഇല്ലാതെയാണ് നിങ്ങൾക്കായിട്ട് നമ്മൾ തരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്കിത് എന്താണെന്നുണ്ടെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് അന്വേഷിച്ച് നിങ്ങൾക്ക് നടക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് കൊറിയർ ചാർജ് ഒന്നുമില്ലാതെ നിങ്ങൾക്ക് നമ്മളിത് തരുന്നത്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങാം. ഈ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത കടകളിൽ നിന്ന് വാങ്ങാം. ഇതേപോലെയൊക്കെ ചെയ്യാം. എങ്കിലാണ് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ, അതുപോലെ വളരെ നേരത്തെ ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടായത് കൊഴിഞ്ഞു പോവാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ വളപ്രയോഗം നടത്താം. അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നത് എല്ലാതും പെട്ടു. ഇപ്പോൾ തെങ്ങ്, മാവ്, പ്ലാവ്, റംബൂട്ടാൻ എന്ന് വേണ്ട, ജാതി, കവുങ്ങ്, വാഴ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ പ്ലാന്റ്സിന്റെ കാര്യം. ഇനി പച്ചക്കറി ചെടികൾ, അത് പിന്നെ ചെണ്ടുമല്ലിക്ക് നമ്മളിപ്പം ഓണം കൃഷി ചലഞ്ച് എന്നുള്ള രീതിയിൽ ചെണ്ടുമല്ലി ചലഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് നട്ടാൽ, അതേപോലെ ഇത്രയും വലിപ്പമുള്ള ഒരു ചെടിയൊക്കെ നട്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഓണത്തിന് മുമ്പേ തന്നെ വിളവെടുപ്പ് നടത്താനുള്ളൂ. കാരണം ഓണത്തിന് മുമ്പ് നമ്മൾ വിളവെടുപ്പ് നടത്തിയാലാണ് നമുക്ക് നല്ല രീതിയിൽ അത് വിറ്റഴിക്കാനും അതിൽ നമുക്ക് ആ ചിലവായ അതിനേക്കാളും കൂടുതൽ പൈസയൊക്കെ കിട്ടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നിങ്ങൾ ഇപ്പം തന്നെ അത് ചെയ്യുക. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള വളങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്, തൈകളും കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് ഇതിന്റെ പ്രശ്നം, അല്ലെങ്കിൽ പ്രശ്നം ഇല്ലായക, അല്ലെങ്കിൽ ഇതിന് എന്തിനു കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒപ്പം നിന്ന് തന്നെ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് വളർന്ന് പൂക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നമ്മൾ നിങ്ങളുടെ ഒപ്പമുള്ളതുകൊണ്ട്. അപ്പം ഇതിന് എന്തെങ്കിലും ചെറിയൊരു ഇല മഞ്ഞളിപ്പോ അല്ലെങ്കിൽ പൂക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു കുരുടിപ്പോ അല്ലെങ്കിൽ ഇലകൾക്ക് വരുന്ന പ്രശ്നമോ അതൊക്കെ നിങ്ങൾക്ക് നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ അപ്പം കൃത്യസമയത്ത് എന്താണ് കൊടുക്കേണ്ടത് എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി പച്ചക്കറി കൃഷി അല്ലേ. അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് പുതിയതായിട്ട് കൃഷി ചെയ്യുന്നവർ വന്നു ചേർന്നിട്ടുണ്ട്. അതായത് പുതിയ ആൾക്കാർ, ഇതുവരെ കൃഷി ചെയ്യാത്തവര്, അതുപോലെ കൃഷി ചെയ്ത് പരാജയപ്പെട്ടവര്, അവരുമായിട്ട് ഒന്നിച്ചുള്ള ഒരു കൃഷിയാണ് നമ്മൾ ചെയ്യണത്. അവർക്കായിട്ട് നമ്മൾ തൈകളൊക്കെ ഫ്രീ ആയി കൊടുത്തോണ്ടാണ് കൃഷി ചെയ്യണത്. പക്ഷെ വളങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്, വളത്തിന് പൈസ ഉണ്ട് കേട്ടോ. പക്ഷെ തൈകളൊക്കെ അവർക്ക് ഫ്രീ ആയി കൊടുത്ത് നമ്മളും അവരെല്ലാം
ഒപ്പം തന്നെ നിന്ന് കൃഷി ചെയ്ത് അവരുടെ കൃഷിത്തോട്ടമൊക്കെ നമ്മൾ സൂം മീറ്റിലൂടെ കണ്ട് അതിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരമൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ നല്ലൊരു കർഷകർ, അതായത് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതെങ്കിലും നമ്മൾ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനായിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, പുതിയതായിട്ട് ചെയ്യാനവരും അതുപോലെ ഇതുവരെ ചെയ്തിട്ട് പരാജയപ്പെട്ടവരും ഒക്കെ ഉണ്ട്. അപ്പൊ അവരോടൊത്ത് നമ്മളും കൃഷി ചെയ്യാണ്. അപ്പൊ ഇനി അതിൽ ഇതറിയാത്തവര് ഇനി അതിലേക്ക് പുതിയതായിട്ട് വരണം എന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഒരു കൊച്ചടുക്കളത്തോട്ടം വേണം, അതാണ് നമ്മളുടെ ഉദ്ദേശം. അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടി കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കുറേ നാളായിട്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ച് വരികയായിരുന്നു, പിന്നെ ഒരു ഗ്യാപ്പ് വന്നു. ഈ വർഷം മുതൽ നമ്മൾ അവരെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കുട്ടി കർഷകരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പൊ കുട്ടി കർഷക ഗ്രൂപ്പിലോട്ട് നിങ്ങളെ മാറ്റി നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞും ചെയ്തും തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ മാസം, അതായത് ജൂലൈ മാസത്തിൽ ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പൊ എല്ലാവരും നമ്മുടെ PRS കിച്ചന്റെ കൂടെ എല്ലാവരും ഒന്നിച്ച് കൈകോർക്കുക. നമുക്ക് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അതല്ല മുതിർന്ന കൃഷി ചെയ്യാൻ അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിലും അല്ല ചെയ്തവർക്കാണെങ്കിലും എല്ലാത്തിനും പരിഹാര മാർഗം നമ്മളുടെ അടുത്തുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് മുന്നോട്ട് പോവാം. അപ്പൊ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ആണ് ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നമ്മൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും.